ഹലോ. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്കുള്ള സാധനം ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അറിയാൻ പാടായിരിക്കും, ഒന്നിച്ച് കിട്ടിയിട്ട് എടുത്ത് നോക്കിയിരുന്നാണ് കേട്ടോ. അപ്പോൾ പിള്ളേർ അതെല്ലാം കൊണ്ട് തന്നിട്ട് അവന്മാർ ഇറങ്ങി പോവുകയും ചെയ്ത്. പിന്നെ ഒന്നാലോചിച്ചില്ല, വേഗം കൊട്ടയും മട്ടിയെല്ലാം കൊണ്ട് വേഗം ഇരുന്നിട്ടുണ്ട് അരിയാനായിട്ട്. ആ ഇരുന്നിരിപ്പ് സന്ധ്യ ആയപ്പോഴാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. കാരണം എല്ലും കരളും ദശയൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറ്റാണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് അതെല്ലാം കഴുകി വാരി ഉമ്മ തടുപ്പത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞുള്ള വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഒത്തിരി താമസിക്കുകയും ചെയ്ത്. പിന്നെ ഇപ്പോൾ രാവിലത്തെ വീഡിയോ കേട്ടോ എന്ന് വെച്ചാൽ അടിച്ചുവാരലും പാത്രം കഴുക്കും ഏറെക്കുറെ എല്ലാം കഞ്ഞി വേവാറായിട്ടുണ്ടായിരുന്നു. അത്രയും പണി ഒതുങ്ങിയിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഇറച്ചി ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ ഇറച്ചി പൊരിക്കാനായിട്ടൊക്കെ പിന്നെ ചാറ് എന്തെങ്കിലും വെച്ചാൽ മതി. അപ്പോൾ ഇറച്ചിയിലുണ്ടെങ്കിൽ പറഞ്ഞാൽ രസം എന്തെങ്കിലും വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ രസത്തിനുള്ള ആക്കിക്കൊണ്ടിരിക്കണേ. രസവും പപ്പടവും പിന്നെ ഇറച്ചി പൊരിച്ചിട്ടുണ്ടെങ്കിൽ ധാരാളമാണല്ലോ. അപ്പോൾ ബസ്സിൽ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ബസ്സിൽ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവനുള്ളത് ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ അറിയില്ല, പെരുന്നാളുടെ തലയിൽ നമ്മൾ ചപ്പാത്തി പാക്കറ്റ് ചപ്പാത്തി മേടിച്ചിട്ടുള്ളതുകൊണ്ട് അതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കി തിന്നാൻ ചെയ്യുന്നത്. ഇപ്പോൾ ബിരിയാണി വെച്ചപ്പോഴാണെങ്കിലും എനിക്ക് ഗ്രേവി ഉള്ളതുകൊണ്ട് മിക്സ് ചെയ്തിട്ടില്ലല്ലോ വെച്ചതുകൊണ്ട് അതങ്ങനെ കഴിക്കാണ്ടായിട്ടോ. അടുക്കളയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവളെ കൊണ്ടാവുന്ന പണി അവളും ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ബസ്സിൽ പോത്തിൻ്റെ ഇറച്ചിയായിട്ട് അങ്ങനെ തിന്നില്ല കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ പള്ളിയിൽ അറുത്തിട്ടുള്ളതുകൊണ്ട് അവൻ നോക്കിയും കൂടെ ഉള്ളതുകൊണ്ട് അവന് ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവനങ്ങനെ കഴിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ ഗ്രേവി ഞാൻ കിഴങ്ങ് കിട്ടുന്നില്ല വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്രേവി ആയിട്ട് അവൻ തിന്നോണ്ടിരിക്കുകയാണ്. കുറേയൊക്കെ പറഞ്ഞിട്ടാട്ടോ കഴിച്ചത്. തീരെ കഴിക്കില്ല എന്നല്ല, കഴിക്കും. പിന്നെ ഇടയ്ക്ക് അവന് ഇതുപോലെ ഇറച്ചി മേടിച്ചിട്ട് കൊതി കിട്ടിയിട്ടുണ്ടായിരുന്നു, വയറിൽ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ഛർദിയും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അന്ന് പിന്നെ പേടിച്ചാണ് ഇറച്ചി തിന്നാനായിട്ട്. അതിൻ്റെ പേർക്ക് പിന്നെ ഇതും കൂടെ കായപ്പ് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എല്ലാം കൂടെ ഒരു മട്ടലാണ്. പിന്നെ കുറേ കഴിയുമ്പോൾ തിന്നും കേട്ടോ. എപ്പോഴൊന്നുമല്ല, കുറച്ചൊന്ന് താമസമുണ്ട് പുള്ളിന്ന് കഴിക്കാനായിട്ട്. ആ എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേ രസത്തിനുള്ള അടുപ്പിലാക്കാട്ടോ. അത് രസം വെച്ച് പിന്നെ നമുക്ക് എത്തിച്ച് കറി വെക്കാനൊന്നുമില്ല. ഇറച്ചി ഉണ്ടല്ലോ, പിന്നെ അച്ചാറുണ്ട്, പപ്പടമുണ്ട്. അപ്പോൾ ധാരാളം കേട്ടോ. ഇറച്ചി പിന്നെ ഈ പറയുന്നത്ര ഒരുപാടൊന്നും നമുക്ക് തോന്നില്ല, കാരണം അതിനകത്ത് ഇട്ടപ്പോൾ ചെരുവ് നിറച്ചിട്ടുണ്ടെങ്കിലും അത് മുറിച്ച് വേവിച്ചല്ല അങ്ങനെ ഇപ്പോൾ കുറേയൊക്കെ ചുങ്ങി കുറേയൊക്കെ പകുതി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്കൂളൊക്കെ തുറന്ന് പിള്ളേർക്ക് ഇപ്പോൾ ഒരാഴ്ചത്തേന് എന്തായാലും അതൊക്കെ പൊരിച്ച് കൊടുത്തു വിടുമ്പോഴേക്കും അത് അപ്പം തന്നെ അങ്ങ് തീർന്നോളൂ. പിന്നെ ഒരാഴ്ചത്തേക്കുള്ള നമ്മളങ്ങനെ വെക്കാൻ കൊള്ളത്തില്ല എന്ന് പറയുന്നുണ്ട്. നമുക്ക് പിന്നെ ഒരാഴ്ച അത്രയേ ഉള്ളൂ, അതിനപ്പുറം ഒന്നും അങ്ങനെ പോകാറില്ല കേട്ടോ. എനിക്ക് ബീഫിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം കോഴിയാണ്. കാരണം കോഴി എങ്ങനെ വെച്ചാലും ഞാൻ കഴിക്കും, പക്ഷേ ബീഫ് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ കടയിലൊക്കെ പോകുമ്പോൾ റോസ്റ്റായിട്ട് ഇച്ചിരി തിന്നതല്ല, അപ്പോഴും ഞാൻ അതിൻ്റെ സലാഡൊക്കെ ഏറ്റവും കൂടുതൽ കഴിക്കാറുള്ളത്. അപ്പോൾ അത് നമ്മൾ രസത്തിന് അവിടെ ആക്കി വെച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളുള്ള പാത്രം കൂടെ കഴുകാണ്ടി വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കഴുകി അപ്പോഴേക്കും കഞ്ഞി വെന്തിട്ടുണ്ടായിരുന്നു. കഞ്ഞി വെളുപ്പിനെ അരി ഇട്ടതായിരുന്നേ. പിന്നെ കുറേ നേരം കിടന്നാലും വെന്തളിഞ്ഞ് പോകത്തൊന്നുമില്ല, ആ സൈസ് അരിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പണിയുടെ ഇടയിൽ അതിനിടയ്ക്ക് ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. രസം പിന്നെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ കിടന്ന് തിളച്ചോളും, വേറെ ഒന്നും ചെയ്യണ്ടല്ലോ. അപ്പോൾ ഞാൻ അത് ഓഫ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഇറച്ചി എന്താ ചെയ്തെന്നില്ല, ഇതേ പച്ചയ്ക്കുള്ളൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേവിച്ചിട്ട് ഇതേ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ച് നോക്കുമ്പോൾ ചെരുവ നിറച്ചുള്ള ഇറച്ചിയാണെന്ന് കണ്ടാൽ പറയില്ല. അതിപ്പോൾ കുറച്ചേ ഉള്ളൂ, കുറച്ചെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം പൊരിക്കാൻ വേണ്ടി. അങ്ങനെ 2 പാത്രത്തിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലും മുട്ടിയും കുറച്ചങ്ങാണ്ട് ഫ്രീസറിലങ്ങാണ്ട് കവറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇറച്ചി വിശേഷം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്താണ്. പുതിയ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീട്ടിൽ പിന്നെ കാണാം. ബൈ ടാറ്റാ.